ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വർഷമായിട്ട് എനിക്ക് കുറച്ച് പുതിയ ചിന്തകളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന്, അതായത് അവൻ +2 ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മീറ്റിംഗ് ഉണ്ടായി. ഒരു സ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഉണ്ടായി. അപ്പോൾ നമ്മൾ പാരൻസിനെയും കൂടി അവർ വിട്ടതാട്ടോ. അതായത് PTA മെമ്പേഴ്സായിട്ടുള്ള പാരൻസിനെയും കൂടി അതിലേക്ക് വിട്ടതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ ആദ്യം 8:20 മുതൽ 4:20 വരെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ തന്നെ ഒരുപാട് ജോലികളുണ്ടല്ലോ, ഇതെല്ലാം അവിടെ പോയിരുന്ന എല്ലാം മുടങ്ങൂലേ എന്ന് വിചാരിച്ചിട്ട് മടിയായിരുന്നു പോവാൻ. പിന്നെ സാറ് വിളിച്ച് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പോയതാണ്. പക്ഷെ അത് ചെന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനേട്ടോ. അത്ര നല്ല ക്ലാസ്സായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ചിന്തകളാട്ടോ. അപ്പോൾ എമ്പതി വർക്ക്ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. സ്ലൈറ്റ് എന്നത് ഷോർട്ട് ഫോം ആട്ടോ. അപ്പോൾ നമ്മൾ സിമ്പതി, എമ്പതി ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കണ വേർഡ്സ് ആണല്ലോ. അപ്പോൾ സിമ്പതി എന്താ, എമ്പതി എന്താ. അപ്പോൾ അവർ എമ്പതിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇനിയിപ്പോൾ സിമ്പതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സഹതാപമാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പയാട്ടോ. അപ്പോൾ അതായത് ഒരു വ്യക്തിക്ക് സഹതാപത്തേക്കാൾ കൂടുതൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണത് അനുകമ്പയാണ്. ഇപ്പോൾ സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വ്യക്തി അയാളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്ക് അയ്യോ പാവം എന്ന് വിചാരിക്കുക, ദയ, അത്രേ ഉള്ളൂ, അതവിടെ തീരാണ്. പക്ഷേ അനുകമ്പ അങ്ങനെയല്ല. നമ്മൾക്ക് അയാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ, നമ്മളെ കൊണ്ട് പറ്റണ ഒരു ചെറിയതായാലും ഒരു സഹായം അയാൾക്ക് ചെയ്തു കൊടുക്കുക, അവിടെയാണ് എമ്പതി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് എമ്പതി ഉണ്ടാവണ, ഒരു നല്ല വ്യക്തിക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആൾ എങ്ങനെ നല്ല വ്യക്തിയാവാം, അതിനെക്കുറിച്ചായിരുന്നു കേട്ടോ ആ ക്ലാസ്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ വേണ്ടത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാവുക, അതായത് സെൽഫ് അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ബോഡീനെ കുറിച്ച്, ഇപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും കഴിവുകളും കഴിവില്ലായ്മകളൊക്കെ നമുക്കുള്ള അറിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡീനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സങ്കടമാവാം, സന്തോഷമാവാം, ദേഷ്യമാവാം, അങ്ങനെ പല ഇമോഷൻസ് ഉണ്ടല്ലോ നമുക്ക്. അതായത് നമ്മുടെ വികാരങ്ങൾ നമ്മൾ തിരിച്ചറിയുക. എങ്ങനെയാണ് അപ്പോൾ ഈ വികാരങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് എനിക്ക് ദേഷ്യം വന്നത്, എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷിച്ചത്, ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളതൊന്നും നമ്മളെപ്പറ്റി ഒരിക്കലും ചിന്തിക്കണില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ വികാരം എന്നിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ്, അതൊക്കെ ഒന്ന് ചിന്തിക്കാം. പിന്നെ ഓരോ പ്രാവശ്യവും ഇപ്പോൾ സന്തോഷം വരുമ്പോഴാണെങ്കിലും സങ്കടം വരുമ്പോഴാണെങ്കിലും ദേഷ്യം വരുമ്പോഴാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ് അത് നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് മസിൽസൊക്കെ അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട്, നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞ് മുറുകണൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിയണില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന്, നമുക്ക് ഓരോ പ്രാവശ്യത്തെ ഓരോ ഇമോഷൻസ് വരുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ബോഡിയിൽ തന്നെ മാറ്റങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ നിരീക്ഷണങ്ങൾ നടത്തി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യന് ദേഷ്യപ്പെടുമ്പോൾ ആ മനുഷ്യനിൽ വരുന്നത് എന്താണ്, സന്തോഷിക്കുകയാണെങ്കിൽ വരണത് എന്താണ്, ഒരാളോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ വരുന്ന വികാരങ്ങൾ എന്താണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിയുക. പിന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ ട്രോമ അവെയർനെസ് ഉണ്ട്. അതായത് നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള നമ്മുടെ ലൈഫിനെ ബാധിക്കേണ്ടത് നന്നായിട്ട് തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാളോട് ദേഷ്യം കാണിക്കണത് ചിലപ്പോൾ അയാൾ ചെയ്ത തെറ്റിനോടായിരിക്കില്ല നമ്മൾ അയാളോട് ദേഷ്യപ്പെടേണ്ടത്. അതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ 2 മാസം മുമ്പോ ഒക്കെ സംഭവിച്ച ഏതെങ്കിലും വേറൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹരാസ് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ഇയാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ദേഷ്യത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ ട്രോമ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് നിയന്ത്രിക്കാൻ പറ്റാതെ ഈ ആളിലേക്ക് നമ്മൾ നമ്മുടെ ദേഷ്യം അങ്ങോട്ട് സ്പ്രെഡ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്റ്റ് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് നമ്മളെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, എനിക്ക് പണ്ടുണ്ടായിരുന്ന ഈ അവസ്ഥയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ അയക്കണത്.
അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യണം, ഞാനിങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല, എനിക്ക് വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്കൊരുപാട് കഴിവുകളുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മൈൻഡിനോട് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് അത് റീസെറ്റായിട്ട് വരും. നമ്മുടെ ആ പഴയ കിടക്കണതെല്ലാം ഒന്ന് നമുക്ക് മായ്ച്ച് കളയാൻ പറ്റും ഏറെക്കുറെയൊക്കെ. അപ്പോൾ നമ്മളതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നമ്മുടെ സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രോമകൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് നെയ്യാട്ടോ. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ നെയ്യ് ഉണ്ടാക്കിയ പ്രോസസ്സാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾ കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് വിശദമായിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം.